ഹലോ, വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ്വ സെറ്റ് മാൻഹ്വ. സദേനേറ്റ് സെറ്റ്. ഈ ദിവസമായിരിക്കും ഞാൻ ഒരു ഇതിഹാസത്തെ സൃഷ്ടിക്കുന്ന ദിവസം. എന്നിട്ട് ആ ഡിസിപ്ലാണ് നമ്മുടെ എംസിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ ഇന്നൊരു പാഠം പഠിപ്പിക്കും. എന്നിട്ട് അവൻ്റെ അറ്റാക്ക് ഉണ്ട് നമ്മുടെ സെറ്റിലിയർ ആണെന്ന് ഞെട്ടി. അത് എന്നു മുതലാണ് ജോങ്നാൻ ഇങ്ങനത്തെ സോഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത്? എന്നിട്ട് ആ ഡിസിപ്ലാണ് നമ്മുടെ എംസിനെ അറ്റാക്ക് ചെയ്യുന്നു. എം സി ആണെങ്കിൽ തിരിച്ച് ഒരു അറ്റാക്ക്. പക്ഷേ എം സിയുടെ ആ സോഡ് അറ്റാക്ക് കണ്ട് നമ്മുടെ ഡിസിപ്ലാണെന്ന് ഞെട്ടി. എന്ത്? ആ സോർട്സ്മാൻഷിപ്പ്? എന്നിട്ട് എം സി ആണെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ എം സിയുടെ അറ്റാക്ക് കണ്ടിട്ട് നമ്മുടെ ഡിസിപ്പിൾ പറയുകയാണ്, ഇത് എന്തൊരു ഭയങ്കര ശക്തിയാണ്. ഇതിന് ഫ്ലാഷി എഡ്ജറ്റ്സോ ഷാർപ്പ് ക്വിക്ക് സോഡോ ഒന്നുമല്ല. കൂടെ അവൻ ചെയ്ത് ചുമ്മാ സിമ്പിളായിട്ട് സ്വിങ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്നിട്ടും അവൻ എന്തുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ്? അവൻ്റെ മൂവ്മെൻറ്റ്സിൽ ഒരു സിംഗിൾ ബ്രേക്ക് പോലും ഇല്ല. ഇതെല്ലാം അവൻ ചെയ്യുന്നത് ഒരൊറ്റ സെക്കൻഡ്. നമ്മുടെ എം സി ആണ് അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഡിസിപ്ലിനെ ആണെങ്കിൽ അറീനയുടെ അറ്റത്തെത്തിച്ചു. എന്നിട്ട് നമ്മുടെ ഡിസിപ്ലിനൊന്ന് പുറകോട്ട് നോക്കി. എന്നിട്ട് തിരിച്ചു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ എം സി എന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ അറ്റാക്ക് കണ്ട് ഞെട്ടി നിൽക്കുന്നു നമ്മുടെ സെറ്റിൽ ചെയ്തിട്ടും. എന്നിട്ട് ആ ഡിസിപ്ലിനാണ് താഴേക്ക് വരുന്നു. ഡിസിപ്ലിനും ആണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും അവിടെ ഞെട്ടി നിൽക്കുന്നു. എം സി എന്നിട്ട് അടുത്തത് അവൻ യൂബയാക്കിനെ സിമ്പിൾ ബേസിക് സോഴ്സ്മാൻഷിപ്പ് വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്തത്. അവനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ എന്നെക്കൊണ്ടും പറ്റും. പക്ഷേ ബേസിക് സോട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് അവരെ തോൽപ്പിക്കുകയും അവർക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഒരു അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഡിഫറൻ്റാണ്. അത് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. അവനിതെല്ലാം എങ്ങനെ ചെയ്യുന്നു? അവനെ സ്റ്റോപ്പ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റിങ്സ് പറയുന്നു, ഇല്ലെങ്കിൽ അവൻ വളർന്നു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മളെല്ലാം അവൻ്റെ കീഴിലാവും. അത് പാസ്റ്റിലെ പ്ലം ബ്ലോസം സോട്ട് സെയിൻറ്റിനെ പോലെ. എന്നിട്ട് അടുത്ത ഡെസിബലിനോട് പറയുന്നു, സിയോഹാൻ നീ പോ. പിന്നെ അവനുമായിട്ട് തോൽത്തേക്കില്ല അത്ര ഈസി ആയിട്ട്. നിനക്ക് പറ്റാവുന്ന അത്രയും നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ നോക്ക്. ഇത് കേട്ടിട്ട് നമ്മുടെ ഡിസിപ്പിൾ ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ആ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഓപ്പണൻസിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല. ഞാൻ അത്ര ഓവർ കോൺഫിഡൻസും അല്ല. ഞാൻ യൂബാക്കിനെ പോലെ ഗാർഡ് ഡൗൺ ചെയ്യില്ല. ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ തോൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഡിസിപ്പിൾ ആണെങ്കിൽ എം സിനെ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു വലിയ മല പോലെയാണ് അവന് എം സിനെ തോന്നിയത്. എന്നിട്ട് ഡിസിപ്പിൾ പറയുന്നത്, ഇതെന്തൊരു ഗ്രേറ്റ് പ്രഷറാണ്. പെട്ടെന്ന് നമ്മുടെ എം സി ആണെങ്കിൽ ഡിസിപ്പിളിനെ അറ്റാക്ക് ചെയ്യുന്നു. ഡിസിപ്പിൾ ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തു. പക്ഷേ പുള്ളി അവിടെ ഇരുന്നു പോയി. അവന് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. എം സി ആണെങ്കിൽ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ആ അറ്റാക്കാണെങ്കിൽ അവന് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അവനവിടെ ബോധം കെട്ട് വീഴുന്നു. എം സി എന്നിട്ട് അടുത്തത് ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ഡിസിപ്പിൾസ്. എന്നിട്ട് യോജൻ പറയുന്നു, അവൻ ആ സോഡ് വെച്ച് സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിളിലെ സെക്കൻഡ് മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ തോൽപ്പിച്ചു. എന്നിട്ട് എം സി പറയുന്നുണ്ട്, ഇതുകൊണ്ട് മാത്രം എനിക്ക് സംതൃപ്തി വരില്ല. ഈ ദിവസം ഞാൻ അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കും. ഈ സദേൺ സെറ്റ് മൗണ്ട്ഹോം ഉള്ള അത്രയും നാളും ഈ ദിവസന്മാർക്കൊരു സ്റ്റിഗ്മയായിട്ട് അവരുടെ ഹിസ്റ്ററി കിടക്കും. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി മൗണ്ട്ഹോ അവരുടെ സകലതും ഉപയോഗിച്ചു. എന്നിട്ട് ഈ ലോകത്തെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു. ജോന്നാം, അതിൽ നിങ്ങളും ഉൾപ്പെടും. എന്നാൽ ആ സഹായത്തിന് പകരമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ സോട്ടൊക്കെ എനിക്ക് മോഷ്ടിച്ചു. എന്നിട്ട് നിങ്ങളാണ് ഇപ്പം ഞങ്ങളെ തകർക്കാനും നോക്കുന്നു. ഞാൻ ഒരുപാട് സഹിച്ചു, എന്നാൽ ഇനിയില്ല. എന്നിട്ട് അടുത്ത ആളെന്ന് പറഞ്ഞ എം സി പറയുന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ സാധാരണ ഡിസിപ്പിൾസ്. പിന്നെ അടുത്ത ഡിസിപ്പിൾസ് പിന്നെ കയറി വരുന്നു. എന്നിട്ട് എം സി പറയുന്നു, ഞാൻ ഈക്വലിബ്രിയം ഓഫ് സിക്സ് കാണിച്ചു. ഇനി അടുത്തത്. എന്നിട്ട് ജോവിലാണെങ്കിൽ ആ പോസ്റ്റർ ഫാളിങ് ഫ്ലവർ സോട്ട്. എം സിയുടെ ഇതൊക്കെ കണ്ട് നമ്മുടെ ഡിസിപ്പിൾ ആണെങ്കിൽ തയ്യാറാകുന്നു. പെട്ടെന്ന് നമ്മുടെ എം സി ആണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ആ ഡിസിപ്പിളിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ മേത്ത് അറ്റാക്ക് ലാൻഡ് ചെയ്തു. എന്നിട്ട് ആ ഡിസിപ്പിളിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ എം സിയുടെ അടുത്തേക്ക് വരുന്നു. എം സി ആണെങ്കിൽ തിരിഞ്ഞിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്തു. പക്ഷേ ഈ അറ്റാക്കിലാണെങ്കിൽ ആ ഡിസിപ്പിൾ അവിടെ ബോധം കെട്ട് വീണു. എന്നാൽ വീഴുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എം സി ആണെങ്കിൽ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്തു. ഇതൊക്കെ കണ്ട നമ്മുടെ യോഞ്ച അങ്ങനെ മനസ്സിൽ പറയുന്നു, ഫാളിങ് ഫ്ലവർ സോഡ്. അവൻ കാണിച്ച സോഡാറ്റിനേക്കാളും എല്ലാം ഇത് ഡിഫറൻ്റ് ആണ്. സത്യം പറയുവാണെങ്കിൽ മൗണ്ട്ഹോയുടെ സോഡ് ടെക്നിക്ക് സദേൺ സെറ്റിൻ്റെ അത്ര നല്ലതെന്ന് ഞാൻ ഓർത്തില്ല. ഇത് കണ്ടിട്ട് അവൻ ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ ഇവിടുന്ന് എടുക്കല്ല. ഇതാണ് മൗണ്ട്ഹോയുടെ സോഡ്. അതാണ് ഞങ്ങൾ പഠിക്കേണ്ടതും പാസ് ചെയ്യേണ്ടതും. അവിടെ ജോവിൽ പറയുന്നു, അത് ഫാളിങ് സോഡ്. അപ്പോൾ യോഞ്ചൻ, നിൻ്റെ കണ്ണുകൾ എടുക്കല്. ആ സോഡ് ടെക്നിക്കാണ് നമ്മൾ പഠിക്കേണ്ടതും ഫ്യൂച്ചർ ജനറേഷൻ്റെ പാസ് ചെയ്ത് കൊടുക്കേണ്ടതും. എന്നിട്ട് എം സിനെ നോക്കി പറയാണ്, ഞങ്ങളെ കാണിച്ച ഒരു ശൂന്യം. എന്താണ് മൗണ്ട്ഹോയുടെ യഥാർത്ഥ സോഡെന്ന്, എത്ര ശക്തമാണ് മൗണ്ട്ഹോയുടെ സോഡെന്നും. ഇവിടെ കാണിക്കുന്ന നമ്മുടെ എം സി ആണെങ്കിൽ ആ ഡിസിപ്പിളിനെ തോൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത ഡിസിപ്പിളിനോട് വരാൻ പറയുന്നു. എന്നിട്ട് എം സി പറയുന്നു, ഞാൻ ഇതുവരെയായിട്ട് 6 പേരെ തോൽപ്പിച്ചു. അപ്പോൾ അവിടെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഡിസിപ്പിൾസാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം തോൽക്കും, അതും ഒരു തേർഡ് ക്ലാസ്സിൻ്റെ മുമ്പിൽ. എന്നിട്ട് ആ ഡിസിപ്പിളിനെ തമ്മിൽ പറയുകയാണ്, നീ പോ എന്നൊക്കെ.
അപ്പം നമ്മുടെ എൽഡസ്റ്റ് പറയണം, നിങ്ങളെല്ലാം ശരിക്കും കഷ്ടം തന്നെ. ഒരു സതേൺ സെറ്റിൻ്റെ ഡിസിപ്പിള് നമ്മളെക്കാളും 10 വർഷം യങ്ങറായ ഒരു കുട്ടീനെ കണ്ട് പേടിക്കുന്നോ? എന്നിട്ട് ആ എൽഡസ്റ്റാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് എണ്ണിക്കുന്നു. എനിക്ക് ആ അഹങ്കാരി ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ വയ്യ. നിങ്ങൾ അവിടെ ഇരുന്ന് കാണ്, ഞാൻ സതേൺ സെറ്റിൻ്റെ പേര് തിരിച്ചു കൊണ്ടുവരുന്നു. കണ്ടിട്ട് ഇനി അവിടെ റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ ആലോചിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു വുഡൻ സോർ എടുത്തോണ്ട് വാ സീനിയർ ബ്രദർ. എൽഡർ പെട്ടെന്ന് അവിടെ നിൽക്ക്. മാഞ്ചോ, നീ അങ്ങോട്ട് പോ. എന്ത്? ഞാനോ? നീ അവിടെ പോയിട്ട് അവനെ ടയർഡാക്കുക. ഞാൻ പറയുന്നത് കേൾക്ക്. എൽഡർ എന്ന് പറഞ്ഞിട്ട് ആ ഡിസ്പ്ലേ അങ്ങോട്ട് പോന്നു. ചിങ്യോങ്, നീ എൻ്റെ കൂടെ വരൂ. നിനക്ക് തോന്നുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക് അവിടെ ജയിക്കാൻ പറ്റുമെന്ന്? എൽഡർ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നു. നിനക്ക് കാര്യങ്ങൾ ഇപ്പം തന്നെ മനസ്സിലായി കാണും. അവൻ ശരിക്കും ഒരു മോൺസ്റ്ററാണ്. അതിപ്പം തന്നെ പറയാൻ പറ്റില്ല, പക്ഷേ അവനെ നമ്മൾ വെറുതെ വിടുവാണെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ ആകും. സതേൺ സെറ്റിൻ്റെ ഫ്യൂച്ചറിനെ വഴിമുടക്കുന്ന ഒരു മോൺസ്റ്ററായി മാറും അവൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അത് എൽഡർ എന്നിട്ട് എൽഡസ്റ്റ് മനസ്സിൽ പറയുകയാണ്, അവൻ്റെ ഏജ് കൺസിഡർ ചെയ്യുമ്പം അവൻ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഈ എൽഡർ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ലെവലാണ് അവൻ. അവൻ നമ്മുടെ വഴി മുടക്കുന്നു. ആ ചെക്കൻ ചൂമ്യം സതേൺ സെറ്റിന് പണിയാകുമെന്ന്. എൽഡറിന് തോന്നുവാണോ ഞാൻ അവന് വെച്ച ഒരു മാച്ചും അല്ലെന്ന്? ജിയോങ്, നീ ഒരു ജീനിയസാണ്. പക്ഷേ ഈ ജിയോങ്ങിൽ തന്നെ എത്ര പേര് ജീനിയസ് ഉണ്ടെന്നറിയോ? നിൻ്റെ ജനറേഷനിൽ തന്നെ അതങ്ങാണ്ട് 10 പേരുണ്ട്, ചിലപ്പോൾ ഇല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ. നിനക്ക് തോന്നുന്നുണ്ടോ ഈ വേൾഡിലെ തന്നെ നിനക്ക് ബെസ്റ്റ് ആകാൻ പറ്റുമെന്ന്? എന്നിട്ട് എൽഡർ പറയുന്നു, അതുപോലത്തെയൊക്കെ ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരെ ജീനിയസുകളല്ല, അവരാണ് മോൺസ്റ്റേഴ്സ്. അവർ തികച്ചും വ്യത്യസ്തമാണ്. അവരെ കോമൺ സെൻസ് വെച്ച് അളക്കാൻ പറ്റില്ല. അവർക്ക് ഈ ലോ ഓഫ് നേച്ചറിനെ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള പവറുണ്ട്. അവരുടെ മുമ്പിൽ ടാലൻ്റ് ഒന്നുമല്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഇതുപോലത്തെ ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവർ. അവിടെ അടുത്ത ഡിസിപ്ലിനും വീഴുന്നു. എന്നിട്ട് എൽഡർ ഞാൻ എൽഡർ പറയുന്നു, പക്ഷേ അവനിപ്പം മോൺസ്റ്റർ ആണെങ്കിലും അവൻ ചെറിയ കുട്ടിയാണ്. ഒരു ചെറിയ ബേബി ടൈഗർ വരെ മരിക്കാം ഒരു നായയുടെ കടിയേറ്റാൽ. എന്ത്? നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? എന്നിട്ട് എൽഡർ ആണെങ്കിൽ നമ്മുടെ എൽഡസ്റ്റിനെ നോക്കിയിട്ട്, അവനെ കൊന്നേക്ക്. അവൻ ഇനി വളർന്ന് വലുതാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴും അവസരമുണ്ട്. നീ അവനെ തോൽപ്പിക്കണം. നീ അവനെ ഇപ്പോൾ കൊല്ലണം. ഇവിടെ നമുക്ക് ഇതുപോലത്തെ ഒരു അവസരം ഇനിയും കിട്ടില്ല. നിനക്ക് അവനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ കൈകളോ എന്തെങ്കിലും മുറിക്കുമെങ്കിലും ചെയ്യണം. ജിയോങ്, ഇത് കണ്ട നമ്മുടെ എൽഡസ്റ്റ് ആണെങ്കിൽ, ഇദ്ദേഹത്തിന് ഭ്രാന്തായോ? എൽഡർ, ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാനോ? നിനക്ക് ജീവിതകാലം ഫുള്ള് അവൻ്റെ ഷാഡോയിൽ ജീവിക്കണമെന്നാണോ? നിൻ്റെ ചോയ്സ് ഇപ്പം ചെയ്യ്. എന്നിട്ട് എൽഡർ പറയുന്നു, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. നീ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്താൻ പോവാണ്. മിസ്റ്റേക്ക് എല്ലാം സ്പാറിങ്ങിൽ സഹജമാണ് അല്ലേ? എന്നിട്ട് എൽഡർ പറയുന്നു, എനിക്ക് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ആ ചെക്കൻ എന്നെ ഔട്ട്ഷാഡോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവൻ കാരണം സതേൺ സെറ്റിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അവനെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്ത് ചെയ്തിട്ടാണെങ്കിലും. ഇത് കേട്ടിട്ട് എൽഡർ ഒന്ന് ചിരിച്ചിട്ട്, അത് ശരിയാണ്. അവിടെ നമ്മുടെ MC ആണെ 8 വരെ തോൽപ്പിച്ചു. തുടർച്ചയായി 10 തവണ ജയിക്കാനായിരുന്നു. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും പാടാണ്. ആ പേടിച്ചിരിക്കുന്നവന്മാരൊന്നുമല്ല, പക്ഷേ ആ ചെക്കൻ ലാസ്റ്റ് വരും. ഇത് സങ്കടകരമായ കാര്യമാണ്. ഈ 9 വിജയം കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈ ആകണോ? അവിടെ നമ്മുടെ വേറെ ഡിസിപ്ലിൻ കയറി വരുന്നു. എനിക്കറിയാം നീയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അത്ര ഞാൻ സ്ട്രോങ്ങർ അല്ലെന്ന്. പക്ഷേ ചുമ്മാ അവിടെ കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ സെറ്റ് ഇത്ര നാണം കിട്ടുമ്പോൾ അവൻ്റെ ഈ ഹോണറബിളായ തോട്ട്സിന് ഞാൻ അവനെ അഡ്മയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതത്ര സർപ്രൈസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അവിടെ കാണിക്കുന്ന നമ്മുടെ സോംബാഗ്ലി, അവർ തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് MC പറയുന്നു, സ്ട്രേഞ്ച് ആയിട്ട് സതേൺ സിറ്റിയിൽ ഞാൻ ഹേറ്റ് ചെയ്യാത്ത ഒരാൾ മാത്രം ഇവനാണ്. അപ്പം അവനെ ഇത് കാണിച്ചു നടത്തൊന്നും കുഴപ്പമില്ലായിരിക്കും. അവിടെ നമ്മൾ സോംബാഗ്ലി ആണെങ്കിൽ MCനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകുന്നു. എന്നിട്ട് MC മനസ്സിൽ പറയുന്നു, നീ ഇത് ഓവർകം ചെയ്താൽ നിന്നെ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ അത് നല്ലപോലെ നെഗറ്റീവ് ആവുകയും ചെയ്യും. ഇതെല്ലാം നിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് സോംബാഗ്ലി ആണെങ്കിൽ അവിടെ നമ്മുടെ MCനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് MC പറയുന്നു, എനിക്ക് കുറച്ചെങ്കിലും നിന്നെ ഇത് കാണിക്കാൻ പറ്റും. എൻ്റെ ആ കാലത്ത് സതേൺ സെറ്റ് ഫോളോ ചെയ്ത ആ സോഴ്സ്മാൻഷിപ്പ് നമ്മുടെ സോംബാഗ്ലി അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ പെട്ടെന്ന് അവിടെ ഫുൾ ഡാർക്കായി. അവൻ എവിടെ പോയി? സോംബാഗ്ലിയാണ് എന്തോ ഒരു വെളിച്ചം കണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പം ഒരു വലിയ സോഡ് നമ്മുടെ സോംബാഗ്ലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ തോന്നുന്നു. സോംബാഗ്ലി പറയുന്നു, എനിക്ക് തോന്നുന്നു ഇത് റിയാലിറ്റി അല്ലെന്ന്. പക്ഷേ ഈ പവർ എന്താണ്? എനിക്കൊന്നും ഓടാൻ പോലും പറ്റുന്നില്ല. അത് എന്നിട്ട് ആ അറ്റാക്കാണ് നമ്മുടെ സോംബാഗ്ലിനെ മേത്ത് ലാൻഡ് ചെയ്യുന്നു. സോംബാഗ്ലി ആണെങ്കിൽ അവിടെ വീണു. സോംബാഗ്ലി പക്ഷേ അപ്പം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടു സോഡ് യൂണിഫിക്കേഷൻ എന്നും പറഞ്ഞ സോംബാഗ്ലി അവിടെ വീഴുന്നു. അപ്പോൾ MC ആണെങ്കിൽ 9 പേര്, ഇനിയും ഒരാൾ മാത്രം ബാക്കി, ഇങ്ങോട്ട് കയറുക ജിയോങ്. അവിടെ നമ്മുടെ എൽഡർ മനസ്സിൽ പറയുകയാണ്, ഇങ്ങനെ സതേൺ സെറ്റിനെ തകർക്കുന്ന ഇൻസിഡൻറ്റ് മൗണ്ട്ഫയുടെ ഹിസ്റ്ററി തന്നെ നടന്നിട്ടുണ്ടോ? പ്ലം ബ്ലോസം സോഡ് സെയിൻറ്റിൻ്റെ കാലത്ത് പോലും ഇങ്ങനെ നടന്നിട്ടില്ല.
അവിടെ എൽഡർ പറയാണ്, എപ്പോഴായിരുന്നു മോൺഹുയിലെ ഒരു ഡിസിപ്ലിന് സതേൺ സെറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയത്? അവിടെ എൽഡർ പറയുന്നു, സെക്ലീഡർ നീ ഒന്നും പറയണ്ട, നമുക്കിപ്പോൾ ഇത് കാണാം. ആ കുട്ടിക്ക് കാണിച്ചു തരാൻ വേണ്ടി എന്തൊക്കെയുണ്ടെന്ന്. ഇത് സ്ട്രേഞ്ചാണ്. ഇപ്പോഴും എല്ലാവരും എന്നെ നോക്കിയിരുന്നത് എക്സ്പെക്റ്റേഷനായിട്ടും റെക്കഗ്നേഷനും ഒക്കെ ആയിട്ടാണ്. പക്ഷേ ഇവനാണെങ്കിൽ അതെല്ലാം മാറ്റി ഇപ്പോൾ വിഷമവും ടെൻഷനുമാണ് അവരുടെ മുഖത്ത്. എന്നിട്ട് ആ എൽഡസ്റ്റ് ചോദിക്കുകയാണ്, നീ ചെയ്തതിനെല്ലാം ഞാൻ നിന്നെ കോംപ്ലിമെൻ്റ് ചെയ്യണോ? കോംപ്ലിമെൻറ്റോ? ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. നിനക്കത്ര ധൈര്യം ഉണ്ടായിട്ടാ സാധാരണ സെറ്റിനെ കളിയാക്കാനോ? ഞാൻ എന്ത് കളിയാക്കി? എന്നിട്ട് നമ്മുടെ എംസി പറയുന്നത്, എന്നെക്കാളും വീക്കറായ കുട്ടികളെ തോൽപ്പിക്കുന്നതിൽ എന്ത് അഭിമാനം? എന്നിട്ട് നമ്മുടെ എൽഡസ്റ്റാണ് നമ്മുടെ എംസി മനസ്സിൽ പറയുന്നു, എനിക്ക് അവനെ തുടക്കം മുതലേ ഇഷ്ടമല്ല. അവൻ്റെ ആ മുഖത്തുള്ള ആ കോൺഫിഡൻസ്. നീ അത്ര വിനയത്തോടെ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം നീ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവന് അത് അസ്വസ്ഥതയാണ്. ഞാൻ സമ്മതിക്കുന്നു നിനക്ക് അഹങ്കാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന്. നീ സാധാരണ സെറ്റിൻ്റെ 9 പേരെ തോൽപ്പിച്ചു. ആ റീസൺ തന്നെ നിന്നെ ജീനിയസ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാം. പക്ഷേ ഇത് നിൻ്റെ ബാഡ് ലക്കാണ്. എൻ്റെ അതേ ജനറേഷനിൽ ജനിച്ചത്. നിൻ്റെ ജീവിതകാലം ഫുള്ള് നീ എൻ്റെ കീഴിലായിരിക്കും. നീ ഇപ്പം സാധാരണ സെറ്റിൽ ജോയിൻ ചെയ്യുമായിരുന്നെങ്കിൽ ഇതെല്ലാം മാറുമായിരുന്നു. പക്ഷേ അത് കഷ്ടമായിപ്പോയി. ഓ, നിനക്ക് നല്ലപോലെ ധൈര്യം ഉണ്ടല്ലോ. പക്ഷേ നീ എന്തുകൊണ്ടാണ് ഞാൻ സാധാരണ സെറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്? ഇത് ഉറപ്പല്ലേ? കാരണം മോൺഫോ സെറ്റ് അവരുടെ പാസ്റ്റിൽ അകപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് അവരെ മാർഷൽ ആർട്സ് റിക്കവർ ചെയ്യാനും നോക്കുന്നു. പക്ഷേ സാധാരണ സെറ്റ് ഡിഫറൻ്റ് ആണ്. അവരുടെ പാസ്റ്റിൽ അകപ്പെട്ട് കിടക്കുകയല്ല. സാധാരണ സെറ്റ് ഉറപ്പായിട്ടും പുതിയ മാർഷൽ ആർട്സ് കണ്ടുപിടിക്കും. അവർ ഒരു പുതിയ ബെറ്റർ ഫ്യൂച്ചർ അച്ചീവ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോൺഫോയ്ക്ക് സാധാരണ സെറ്റിനെ സപ്രസ് ചെയ്യാൻ പറ്റില്ല. ഇവൻ്റെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ എംസി പറയാണ്, ഇത് ശരിക്കും അഡ്മിറബിളാണ്. ഇവൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സീനിയേഴ്സിനോട് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു ഇവനെ കണ്ട് പഠിക്കാൻ വേണ്ടി. പക്ഷേ ഇവൻ പറയുന്ന ഈ ഫ്യൂച്ചറൊന്നും ഞങ്ങളുടെ മാർഷൽ ആർട്സ് മോഷ്ടിച്ചല്ലായിരുന്നെങ്കിൽ. ഞാനും ആലോചിച്ചു കുറേ സാധാരണ ഫ്യൂച്ചർ, അവരെ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ കുറച്ച് മുമ്പ് ഞാൻ ഒരു ഹോപ്പ് അവിടെ വിട്ടിട്ടുണ്ട്. അത് എങ്ങനെ വളരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു മനുഷ്യൻ നിലയിൽ ഇത് മാത്രമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് എംസി ദേഷ്യത്തോടെ, എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ മാർഷൽ ആർട്സ് മോഷ്ടിക്കാൻ? എന്നാ എടുത്തു നോക്ക്, നിങ്ങൾ എന്താണ് എടുക്കാൻ നോക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം മുതൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 3rd ക്ലാസ് ഡിസിപ്ലിൻ എന്ന നിലയിൽ ചെയ്യേണ്ട ടാസ്ക് ഒന്നുമല്ല, ഒരു പ്ലം ബ്ലോസം സോർട്ട് സെയിൻ്റ് എന്ന നിലയിൽ ചെയ്യേണ്ടതാണ്. ഞാൻ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ തരാം. നിൻ്റെ ജീവിതകാലം ഫുള്ള് നീ മറക്കാൻ പറ്റില്ലാത്തൊരു ഗിഫ്റ്റ്. അവിടെ നമ്മുടെ ഡിസിപ്ലിനെ കാണിക്കുന്നു. മുമ്പിൽ നിന്ന് മാറ യോഞ്ചാണെങ്കിൽ ഒച്ച കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പം അവിടെ നമ്മുടെ ബേയാച്ചൻ, എനിക്ക് കാണണം. സീനിയർ, നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ? എന്നിട്ട് ബേയാച്ചൻ പറയുന്നു, എനിക്ക് കാണണം ഇത്. ഞാൻ എണ്ണീറ്റ് ഉടൻ തന്നെ ചൂമ് ചെയ്തതെല്ലാം ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇത് കേട്ടിട്ട് അവിടെ ചുമ്മാ കിടക്കാൻ പറ്റുന്നത്? ഇനിയിപ്പോൾ എൻ്റെ ബോഡി തകർന്നാലും എനിക്ക് ചൂമിങ്ങിന് വേണ്ടി cheer ചെയ്യണം. നീ ജയിക്കണം ചൂമിയോ. അവിടെ നമ്മുടെ എംസിയും ബെൽഡസ്റ്റുമാണ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. പെട്ടെന്ന് നമ്മുടെ എംസി മറയുന്നു അവിടുന്ന്. ഇത് കണ്ട് ഞെട്ടി നമ്മുടെ എൽഡസ്റ്റ്, അവൻ മാഞ്ഞോ എവിടെ? പക്ഷേ പെട്ടെന്ന് നമ്മുടെ എംസി ആണെങ്കിൽ എൽഡസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അവൻ അതെങ്ങനെയോ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. രണ്ടുപേരും അതിന് ശക്തി കൊണ്ട് തെറിച്ചു പോകുന്നു. അവർ എന്നിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയം നമ്മുടെ എൽഡസ്റ്റിൻ്റെ മുഖത്താണ് നല്ല പോലെ ദേഷ്യം തോന്നുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കാൻ നമ്മുടെ ജോബിലാണെങ്കിൽ അവർ ഭയങ്കര ഫാസ്റ്റാണ്. എൻ്റെ കണ്ണുകൾ കൊണ്ട് അവരെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതെൻ്റെ കൺമുമ്പിൽ നടക്കുന്നതാണെന്ന്. എന്നിട്ട് അവരങ്ങനെ വായുവിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എൽഡസ്റ്റ് 12th സോട്ട്. ഇത് കേട്ട് ഞെട്ടി നമ്മുടെ എംസി, സ്കാറ്ററിങ് സ്നോഫ്ലേക്സ് എന്നും പറഞ്ഞ എൽഡസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നു. എന്നിട്ട് എൽഡസ്റ്റോടെ നിലത്തേക്ക് വീഴുന്നു. അവിടെ നമ്മുടെ എംസിയുടെ കയ്യിൻ്റെ അവിടെയാണ് ചെറിയ പോറൽ വീണു. ഇതൊരു ലിവിങ് ബ്യൂട്ടി പോലെയാണ്. എന്നാൽ ഒരു ഫാറ്റലായ ബ്ലോ അതിന് ഹിഡൻ ആയിട്ടിരിക്കുന്നു. നീ അതിൻ്റെ അപ്പിയറൻസ് നന്നായിട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ദ 24 പ്ലം ബ്ലോസം സോട്ട്. ഇത് സോംബാഗ്ലി അന്ന് പെർഫോം ചെയ്തതിനേക്കാളും വ്യത്യാസമാണ്. ഇത് കാണുന്ന എല്ലാവർക്കും ഇതൊരു അതിശയകരമായിരിക്കും. ഇതിൽ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ തന്നെ അഡ്മയർ ആവുന്ന തരത്തിലുള്ള അതിലെ പവറും. എന്നിട്ട് എൽഡസ്റ്റാണ് വീണ്ടും നമ്മുടെ എംസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് എംസി പക്ഷേ വീണ്ടും എൽഡസ്റ്റാണ് വീണ്ടും ആ സ്കാറ്ററിങ് സ്നോഫ്ലേക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ ആ ടെക്നിക്ക് മൂലം നമ്മുടെ എംസിയുടെ മേത്താണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുറിവുകൾ പറ്റുന്നു. എംസി ആണെങ്കിൽ അങ്ങോട്ട് തെറിച്ച് പോകുന്നു. അപ്പോൾ എൽഡസ്റ്റ് പറയുന്നു, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെ ഓടി നടക്കുകയാണെങ്കിൽ. ഒരിക്കൽ ഒരു കാലത്ത് നിൻ്റെ സെറ്റ് പൂക്കളെ റെസിമ്പിൾ ചെയ്യുന്ന സോഡിൽ പ്രശസ്തമായിരുന്നു. പക്ഷേ അത് പാസ്റ്റാണ്.
നിന്റെയൊക്കെ ആ സിമ്പിള് സതേണിറ്റ് സെറ്റിൻ്റെ പുതിയ സോഡിൽ തകരും. ഈ ലോകം സതേണിറ്റ് സെറ്റിൻ്റെ സോഡിനെ ഓർക്കുകയും മോങ്ഫയുടെ സോഡിനെ മറക്കുകയും ചെയ്യും. ഇത് സതേണിറ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞങ്ങൾ നിങ്ങളെക്കാൾ സുപ്പീരിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. കണ്ടിട്ട് ഇത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഇത് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. തകരാറായ സെറ്റിന് മുമ്പിൽ എന്ത് സുപ്പീരിയോറിറ്റി കാണിക്കാൻ വേണ്ടിയാ? പക്ഷേ മോൺഹുയുടെ അവസാന ശ്വാസവും എടുക്കുന്ന സോടെക്നിക് എന്ന നിലയിൽ ഇതിൻ്റെ മീനിങ് കാണുമായിരിക്കും. വരൂ, നിന്റെ ലാസ്റ്റ് ഹോപ്പും ഞാൻ തകർക്കാം. എന്ത് തമാശയാണ് ഇതൊക്കെ? എന്ത്? എന്നെ തെറ്റിയിരിക്കല്ലേ? ആ സോടെക്നിക്ക് ഉണ്ടാക്കിയ ആളെ ഞാൻ കളിയാക്കിയതായിരുന്നു. കണ്ടിട്ട് സതേൺ സെറ്റുകാർ നിന്നെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തോന്നുന്നു. ഇത് കേട്ടുന്ന ദേഷ്യം വന്നു എൽഡസ്റ്റ്. നിന്നെ ഉറപ്പായിട്ടും. അവിടെ MC, എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. എന്താണ് ആ സോടെക്നിക്കിൻ്റെ എസെൻസ്? അവിടെ എൽഡസ്റ്റ് മനസ്സിലാകാതെ, നീ എന്തായി പറയുന്നത്? അതെ, ആ സോടെക്നിക്ക് മോൺഹുയ ടെക്നിക്കിൻ്റെ കോപ്പിയാണ്. അതിൽ വളരെയധികം കുറവുകളുണ്ട്. മോൺഹുയുടെ സോഡ് ഫാസ്റ്ററും ഷാർപ്പറും ഫാൻഷിയറുമാണ്. അതിമനോഹരമാണ്. നിനക്കെല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ. നീയായിട്ട് സംസാരിച്ചിട്ട് ഇനിയും കാര്യമില്ല. ഇന്ന് ഈ ദിവസം നീ എൻ്റെ വാള് കൊണ്ട് മരിക്കും എന്ന് നല്ല ദേഷ്യത്തിൽ നമ്മുടെ എൽഡസ്റ്റ് പറയുവാണ്. ഇവിടെ എൽഡസ്റ്റ് ആണെങ്കിൽ QA ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ QA മൊത്തം അവനെ ചുറ്റുമായിട്ട് വളയുന്നു. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെറ്റൽസും വീഴുന്നുണ്ട്. എന്നിട്ട് എൽഡസ്റ്റ് പറയുന്നു, ഈ വാളിൻ്റെ മൂർച്ചയുള്ള ഈ സ്നോ ഫ്ലവേഴ്സ് നിന്നെ മൊത്തം മൂടും. നിനക്കിനി എങ്ങോട്ടും ഓടാൻ പറ്റില്ല. എന്നിട്ട് എൽഡസ്റ്റാണ് 12 മൂവ്മെൻറ്റ് സ്നോ ഫ്ലവർ ടെക്നിക്കിൻ്റെ സ്കൈ ഡിവോറിങ് സ്നോ ഫ്ലവർ എന്ന ടെക്നിക്കാണെങ്കിൽ നമ്മുടെ എൽഡസ്റ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ QAയ്ക്ക് ഒരു ടൊർണാഡോ പോലെ അവിടെ ബിൽഡാകുന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടി നമ്മുടെ ഡിസ്പിൾസ്. ബിയാക്ഷനാണ് അപ്പോൾ ഞെട്ടിയിട്ട് മനസ്സിൽ പറയുന്നു, ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ സ്ട്രോങ്ങറാണ്. ഇതിനെ മറികടക്കാൻ എന്നെക്കൊണ്ട് പോലും പറ്റില്ല. അവിടെ യോഞ്ചോവും ജോവലും ഒക്കെയാണ് നമ്മൾ എംസിനെ വിളിക്കുന്നുണ്ട്. അവിടെ ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ഡിസിപ്ലിൻസിൻ്റെ ഇടയിൽ നമ്മുടെ സീനിയർ അവിടെ സീനിയർ ആണ് മനസ്സിൽ പറയുന്നു, ഇത് വളരെ സിമിലറാണ് ആ പ്ലം ബ്ലോസം മേക്ക് ചെയ്യുന്ന സോടെക്നിക്കുമായിട്ട്. പക്ഷേ ഇത് ചൂമിങ് ഉപയോഗിച്ചതിനേക്കാളും വളരെ വ്യത്യാസമാണ്, വളരെയധികം വ്യത്യാസം. അവിടെ MC മനസ്സിൽ പറയുന്നു, ആ ഡീമൺകളുടെ നായകൾക്കും 24 മൂവ്മെൻറ്റ് പ്ലം ബ്ലോസം സോടെക്നിക്ക് ഫേസ് ചെയ്തപ്പോൾ തോന്നിയത് ഇതുപോലെയായിരിക്കും. അവിടെ നമ്മുടെ MC പറയുന്നു, ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് അകത്തൊന്നും ഇല്ലാത്ത ഒരു ഷെല്ല് പോലെയാണ്. എന്നിട്ട് നമ്മുടെ MC ആണെങ്കിൽ അറ്റാക്കിന് തയ്യാറാവുന്നു. അപ്പോൾ MCയുടെ ഈ സ്റ്റാൻസ് കണ്ടിട്ട് നമ്മുടെ എൽഡർ പറയുകയാണ്, അത് ആ പോസ്. അപ്പോൾ തന്നെ യോങ്സാങ്ങിനും മനസ്സിലായി. യോങ്സാങ്ങും അത് 7 പ്ലം ബ്ലോസം സോട്ട്. പക്ഷേ അവൻ ഇതിലിട്ട് അത് മാസ്റ്റർ ചെയ്തിട്ടില്ല. ചൂമിയും വേണ്ട, ഈ അൺനോൺ സോടെക്നിക്കിന് മുമ്പിൽ അത് തികച്ചും വീക്കാണ്. അവിടെ നമ്മുടെ MC ആണെങ്കിൽ മനസ്സിൽ പറയുന്നു, നിങ്ങൾ മിക്കവാറും ഓർത്ത് കാണും പ്ലം ബ്ലോസം സോടെക്നിക്ക് മാത്രമാണ് ഫ്ലവേഴ്സിനെ ബ്ലൂം ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ആ 12 മൂവ്മെൻറ്റ് സ്നോ ഫ്ലവർ ടെക്നിക്ക് വെറും കോപ്പി മാത്രമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ടെക്നിക്ക് വെറും എംറ്റി ഷെല്ലാണ്. പ്ലം ബ്ലോസം സോടെക്നിക്ക് മാത്രമല്ല ഫ്ലവേഴ്സിനെ ബ്ലൂം ചെയ്യാൻ പറ്റുന്നത്. ഏത് സോടെക്നിക്കാണെങ്കിലും കുഴപ്പമില്ല. മോൺഹുയിലെ ഏത് സോടെക്നിക്കിനും ഫ്ലവേഴ്സിനെ ബ്ലൂം ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ MC ആണെങ്കിൽ ആ അറ്റാക്കിനെ സ്ട്രൈക്ക് ചെയ്യുന്നു. ബ്ലോസം സ്ലാഷ്. എന്നിട്ട് MC പറയുന്നു, ഫ്ലവേഴ്സ് ലഷ് ഫോറസ്റ്റിൽ മാത്രമല്ല ബ്ലൂം ചെയ്യുന്നത്, അത് സ്റ്റീപ്പ് ക്ലിഫിലും ബ്ലൂം ചെയ്യും. ഈ ട്രീസ് വിൻഡിന് മുമ്പിൽ തോറ്റു കൊടുത്തില്ലെങ്കിൽ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്തുകൊണ്ടേയിരിക്കും. MC ഇത് പറഞ്ഞ് സ്ട്രൈക്ക് ചെയ്തപ്പോൾ അവിടെയാണെങ്കിൽ ഒരു പ്ലം ബ്ലോസം ട്രീയുടെ ഇമേജ് വരുന്നു. ഇത് കണ്ട് ഞെട്ടി നമ്മുടെ എൽഡസ്റ്റ്. പ്ലം ബ്ലോസം? ഞാൻ കേട്ടത് മൗണ്ട് ഹോസറ്റിന് പ്ലം ബ്ലോസത്തിനെ ബ്ലൂം ചെയ്യാൻ പറ്റില്ലെന്നല്ലേ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പറഞ്ഞത് ഇനിയും മൗണ്ട് ഹോസറ്റിനെ റൈസ് ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നിട്ട് എൻ്റെ മുമ്പിൽ ആ പോയെന്നോർത്തിരുന്ന ആ പ്ലം ബ്ലോസംസ്. അവിടെ നമ്മുടെ MCയുടെ ഈ ടെക്നിക്കിൻ്റെ പെറ്റൽസ് എൽഡസ്റ്റിനെ സോടെക്നിക്കിൻ്റെ പെറ്റൽസുമായിട്ട് കൂട്ടിമുട്ടുന്നു. അതിൽ എൽഡസ്റ്റിൻ്റെ സോടെക്നിക്ക് ഡിസ്ട്രോയ് ആകുന്നു. എൻ്റെ സ്നോ ഫ്ലവേഴ്സ് എല്ലാം പോകുന്നു. എങ്ങനെ? എന്നിട്ട് MC പറയുന്നു, അതെല്ലാം ഇല്യൂഷൻസ് ആണ്. എന്നിട്ട് MC ആണ് വീണ്ടും ഒരു സ്ലാഷ് എൽഡസ്റ്റിന് നേരെ വിടുന്നു. എൽഡസ്റ്റ് ഇത് കണ്ട് ഞെട്ടി. എന്നിട്ട് ആ ടെക്നിക്ക് അൾട്ടിമേറ്റ് 7 പ്ലം ബ്ലോസം സോടെക്നിക്ക്, പ്ലം ബ്ലോസം ബാരിക്കേഡ്. അത് ആ ടെക്നിക്കാണെങ്കിൽ നമ്മുടെ എൽഡസ്റ്റിന് മുട്ടിയില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഈ സ്ട്രൈക്കിൻ്റെ പവർ കൊണ്ട് തന്നെ ആ അറീന ഫുള്ള് തകർന്നു. അപ്പോൾ നമ്മുടെ എൽഡസ്റ്റ്, അവൻ എൻ്റെ സ്കൈ ഡിവോറിങ് സ്നോ ഫ്ലവർ ഡിസ്ട്രോയ് ചെയ്തു. അവൻ എങ്ങനെ ഇത് ചെയ്ത്? അവിടെ എൽഡസ്റ്റ് പറയുകയാണ്, ഈ 12 മൂവ്മെൻറ്റ് സ്നോ ഫ്ലവർ ടെക്നിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അല്ല, അത് പെർഫെക്റ്റിനെ തന്നെ സർപ്രൈസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫോമായിരുന്നു. ഇത് ഒരിക്കലും സംഭവിക്കില്ല. ഇത് പ്ലം ബ്ലോസം സോടെക്നിക്കേക്കാളും വളരെ സ്ട്രോങ്ങറാണ്. ഈ സോടെക്നിക്കാണ് സതേൺ സെറ്റിൻ്റെ എസെൻസ് കണ്ടെയ്ൻ ചെയ്യുന്നത് തന്നെ. എന്നിട്ടും എങ്ങനെ എന്ന് നല്ല ദേഷ്യത്തിൽ എൽഡസ്റ്റ് ചോദിക്കുകയാണ്.
അവിടെ നമ്മുടെ എം സി ആണെങ്കിൽ, നീ ശരിക്കും ഓർത്തോ മോൺഹോ സെറ്റിൻ്റെ സോട്ടോ എനിക്ക് ചുമ്മാ പ്ലം ബ്ലോസത്തിൻ്റെ രൂപം മാത്രം ക്രിയേറ്റ് ചെയ്യുമെന്ന്? ഒരിക്കലുമില്ല. ഈ ലോകത്തിലെ സകല ടോയ് സെറ്റും കൂടുതലും നേച്ചറുമായിട്ട് ചേരാൻ നോക്കുന്നു. ഇത് അവരുടെ വിശ്വാസത്തിൻ്റെയും പ്രാക്ടീസിൻ്റെയൊക്കെ എക്സ്പ്രഷനായിട്ട് കരുതുന്നു. വുഡാങ് സെറ്റ് ഏജി, ഡാങ്സാങ് സെറ്റ് സൺ, മോങ്ഡോങ് സെറ്റ് 5 എലമെൻറ്റ്സ്. ഇതിൽ മൗണ്ട് ഹോ സെറ്റിന് മാത്രമാണ് പ്ലം ബ്ലോസം, ചുമ്മാ പ്ലം ബ്ലോസം. ഇത് മറ്റുള്ള ടോയ് സെറ്റിൽ നിന്നും മൗണ്ട് ഹുവിനെ തികച്ചും വ്യത്യസ്തമാക്കി. എല്ലാവരും ഓർത്ത് ഇത് ഒരു സ്ട്രോങ് സെറ്റിനെ കാണാൻ നല്ലതും നേച്ചറുമായിട്ടും കണക്റ്റഡായ ഒന്നും. എന്നാൽ ജീവിതകാലം ഫുള്ള് മൗണ്ട് ഹോ സെറ്റിൻ്റെ സോട്ടഗിനിക്ക് ട്രെയിൻ ചെയ്യുകയും ആരും എത്താത്ത ലെവലിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. അതാണ് മൗണ്ട് ഹോ സെറ്റിൻ്റെ സോട്ടഗിനിക്കിന് ചുമ്മാ പ്ലം ബ്ലോസത്തിനെ കൊണ്ടുവരികയല്ലാതെ അതിലും കൂടുതൽ ചെയ്യാമെന്ന്. ഈ സോട്ടഗിനിക്ക് പ്ലം ബ്ലോസത്തിൻ്റെ ഇല്യൂഷൻ മാത്രം ചുമ്മാ കാണിക്കുകയല്ല, അത് പ്ലംസിനെ ബ്ലൂമിയിക്കുവാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്ലംസ് അല്ല, അത് ബ്ലൂമിംഗ് ആണ്, ഫ്ലവർ ബ്ലോസമിങ്. പിന്നെ ഈ ടെക്നിക്സിന് മാത്രമല്ല ഫ്ലവർ ബ്ലൂം ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ടെക്നിക്സിനും ഫ്ലവർ ബ്ലൂം ചെയ്യാം. പിന്നെ ഈ പ്ലം ബ്ലോസംസ് മാനിഫെസ്റ്റ് ആകാൻ കാരണം അത് ഇവിടെ മൗണ്ട് ഹോ ഫുൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു സോ ടെക്നിക്കിനെ ജീവൻ കൊണ്ടുവരാമെങ്കിൽ അപ്പോൾ അതിപ്പോൾ ഏത് ഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല. ഇതായിരുന്നു മൗണ്ട് ഹോ സെറ്റിൻ്റെ സോ ടെക്നിക്കിൻ്റെ ഒറിജിനൽ ഇൻറ്റൻറ്റ്. പക്ഷേ സാധാരണ സെറ്റുകാരാണെങ്കിൽ ഈ ടെക്നിക്കിൻ്റെ രൂപവും സോഡിൻ്റെ ഷാർപ്നെസ്സും കാരണം ഈ ടെക്നിക്കിൻ്റെ ട്രൂ എസെൻസ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവരാ രൂപത്തിൽ മാത്രം ശ്രദ്ധിച്ചു. ഈ ജിങ് യോങ് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം ഓർത്തു വെച്ചോ, എൻ്റെ ഈ സോ ടെക്നിക്കുമായിട്ടുള്ള ഈ തോൽവി നിങ്ങളുടെ മനസ്സിലെല്ലാം ഇപ്പോഴും കാണും. നിങ്ങൾ എപ്പോഴൊക്കെ സോഡ് സ്വിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സീൻ ഓർക്കും. നിങ്ങൾ എപ്പോഴൊക്കെ ട്രെയിൻ ചെയ്യാൻ നോക്കുന്നോ നിങ്ങൾ അറിയാതെ തന്നെ ഇത് ഫോളോ ചെയ്യാൻ നോക്കും. ഒടുവിൽ ഈ സോ ടെക്നിക്കാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് നിങ്ങൾ കരുതും. ഇത് നിങ്ങളെ ഒരു കുരുക്കിൽ വീഴ്ത്തും. ഇതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ റിവെഞ്ച് നിങ്ങൾക്കെതിരായിട്ടുള്ളത്. ഇനിയിപ്പം ഞങ്ങൾ വിശ്വസിച്ചവർ ഞങ്ങളെ ചതിച്ചാലും, ഞങ്ങൾ ആരെന്ന് തെളിയിക്കുന്ന ഞങ്ങളുടെ സോ ടെക്നിക്ക് നഷ്ടപ്പെട്ടാലും, ഇനിയിപ്പം ഞങ്ങളുടെ ആർച്ച് എനിമീസ് ഞങ്ങളുടെ നേരെ വന്നാലും മൗണ്ട് ഹോ സെറ്റ് ഒരിക്കലും തകരില്ല. ഞങ്ങളുടെ പ്രൊഡസേഴ്സ് അറ്റൈൻ ചെയ്ത ടോയ്സ് ഞങ്ങളിൽ തന്നെ കാണും. ഇതെൻ്റെ പ്രായച്ചിത്തമാണ്. പകർന്നു നൽകേണ്ട കാര്യങ്ങൾ പകർന്നു നൽകാതെ മരിച്ചു പോയതിന്. ഇതിപ്പോൾ വൈകിയെങ്കിലും നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ഇതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇതാണ് നിങ്ങൾ ഒരിക്കൽ നേടിയെടുക്കുന്നതും. പ്ലം ബ്ലോസം സ്ലാഷ്. ഈ സ്ലാഷ് വാൾസും പില്ലേഴ്സുമാകും. ഈ വാൾസ് എല്ലാം ഒരുമിച്ച് കൂടും, പിന്നെ ഡസ്റ്റാകും. ഈ ഡസ്റ്റ് കാറ്റിനൊപ്പം ചേർന്ന് റിവോൾവ് ചെയ്യും. അങ്ങനെ ഇതൊരു കൊടുങ്കാറ്റായി മാറും. ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ എൽഡസ്റ്റ് പുള്ളിയുടെ ചുറ്റിനുമായിട്ട് ആ പ്ലം ബ്ലോസം പെറ്റൽസ് കൂടുന്നു. എന്നിട്ട് എൽഡസ്റ്റ് ഇത് അവിടെ നമ്മുടെ എം സി. ഇതാണ് മൗണ്ട് ഹോ സെറ്റിൻ്റെ സോ ടെക്നിക്ക്, ദ അൾട്ടിമേറ്റ് 7 പ്ലം ബ്ലോസം സോ ടെക്നിക്ക്. പ്ലം ബ്ലോസം വിൻഡ് എന്നും പറഞ്ഞ് നമ്മുടെ എൽഡസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എൽഡസ്റ്റിനാണ് അതൊന്നും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാൻ പറ്റിയില്ല. പുള്ളിയുടെ ശരീരത്തിൽ ഫുള്ളായിട്ട് അറ്റാക്ക് ലാൻഡ് ചെയ്യുന്നു. ഇത് മൗണ്ട് ഹോ സെറ്റിൻ്റെ സോ ടെക്നിക്ക് എത്ര മനോഹരമാണ്. പക്ഷേ എന്താണ് വ്യത്യാസം? എന്തുകൊണ്ടാണ് എൻ്റെ സോ ടെക്നിക്ക് ഇത്ര മനോഹരമല്ലാത്തത്? ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ എൽഡസ്റ്റ് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് എൽഡസ്റ്റിന് തലയിലുണ്ടായിരുന്നത് മുറിഞ്ഞു വീഴുന്നു. എന്തുകൊണ്ട്? ഇവിടെ കാണിക്കുന്ന നമ്മുടെ എൽഡസ്റ്റാണ് അവിടെ വീഴുന്നു. എന്നിട്ട് ഇത് കണ്ട വേച്ചു മനസ്സിൽ പറയുന്നു, എനിക്ക് ഒരിക്കലും മറികടക്കാൻ പറ്റില്ലെന്നോർത്ത ഒരു മതിലായിരുന്നു ജിങ് യോങ്. എന്നിട്ട് നമ്മുടെ എം സി പറയുന്നു, ഈ പ്രാവശ്യത്തെ മൗണ്ട് ഹു ആൻഡ് സദേനീസ് കോൺഫറൻസ് മൗണ്ട് ഹുയുടെ വിജയത്തിൽ അവസാനിക്കുന്നു. ഇത് കേട്ട ഉടൻ തന്നെ അവിടുത്തെ എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവരും ഒപ്പം ചീർ ചെയ്യുന്നു. നമ്മുടെ എൽഡേഴ്സൊക്കെയാണ് സന്തോഷം കൊണ്ട് കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. നമ്മുടെ ഡിസിപ്ലിൻസിൻ്റെ ഈ സന്തോഷവും ചിരിയെല്ലാം കണ്ട് നമ്മുടെ യോഞ്ചൻ മനസ്സിൽ പറയുകയാണ്, ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആറുകയൊക്കെ ചെയ്യും, വഴക്കുണ്ടാക്കും. പക്ഷേ സെറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. ഇതാണ് മാർഷൽ ആർട്ട് സെറ്റ്. അവിടെ നമ്മുടെ ജോവിലാണ് ഒറ്റ കാർച്ച. സാഹ്യൂൺ അവൻ ജയിച്ചു, അവൻ ജുമിയോനെ തോൽപ്പിച്ചു, നീ എന്നെ വിട്. അടുത്ത കാണിക്കുന്നത് നമ്മുടെ എം സി ആണ്. എം സിക്ക് ഫൈറ്റ് കാരണം നല്ലൊരു പരിക്ക് പറ്റി. എന്നിട്ട് എം സി പറയുന്നു, ഇത് കുറച്ച് കൂടിപ്പോയി. ജിങ് യോങ്ങിനെ 7 സോഡ് വെച്ച് ഓവർപവർ ചെയ്യുന്നത് നല്ലതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഈ പരിക്കുകൾ കുറേ നാളത്തേക്ക് നിൽക്കും. പക്ഷേ കുഴപ്പമില്ല, ഇതൊരു അവസാനമല്ല. എത്രയും നാളോ ഈ 2 സെറ്റും അടുത്തടുത്തിരിക്കുന്നോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോഴത്തേക്ക് ഇത് മതിയാകും. എന്നിട്ട് എം സി സാസുക്ക്. ആ വിളി കേട്ടപ്പോൾ നമ്മുടെ സാസുക്കിന് കാര്യം മനസ്സിലായി. പുള്ളി പറഞ്ഞു, നിൽക്കേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ എൽഡസ്റ്റിൻ്റെ അടുത്ത് പോയി നോക്കി. എന്നിട്ട് നമ്മുടെ എം സിനെ നോക്കി. എന്നിട്ട് പറയുന്നു, ഈ പ്രാവശ്യത്തെ മൗണ്ട് ഹു ആൻഡ് സദേനീസ് കോൺഫറൻസിൽ മൗണ്ട് ഹു വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് എം സിയാണ് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, നദിയുടെ ഒഴുക്ക് മാറി തുടങ്ങി. ഈ ഇവൻ്റ് മൗണ്ട് ഹുവിനെ തന്നെ ചേഞ്ച് ചെയ്യും. നിങ്ങൾ തയ്യാറാണോ ജാമു സായി?
എന്നിട്ട് അവിടുത്തെ ഡിസിപ്പിൾസ് എല്ലാം നമ്മുടെ ച്യൂമിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അവരെല്ലാം അവന് ചീർ ചെയ്യുന്നു. എന്നിട്ട് ഇതൊക്കെ കണ്ട് നമ്മുടെ സെറ്റിലിന് നല്ല സന്തോഷം തോന്നുന്നു. സെറ്റ് ലീഡർ മനസ്സിൽ പറയുന്നു, ഞാനിത് കണ്ടിട്ട് ഒരുപാട് നാളായി. മൗഹ സെറ്റിലെ സകല ഡിസിപ്പിൾസും ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്നു. അവിടെ യോവൻ, സെറ്റ് ലീഡർ, നമുക്കിത് നിർത്താം. ഈ സാധീന സെറ്റുകാരെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയല്ല. എന്നിട്ട് സെറ്റ് ലീഡർ ആണെങ്കിൽ ആ എൽഡറിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നിട്ട് എൽഡറിന് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. പുള്ളി അത് അടക്കി വെച്ചിട്ട് പറയുകയാണ്, കൺഗ്രാജുലേഷൻസ് സെറ്റ് ലീഡർ. സെറ്റ് ലീഡർ, ഞങ്ങൾക്കിത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് നല്ലപോലെ സന്തോഷിക്കാൻ സെറ്റ് ലീഡർ. ഇത് വളരെ അതിശയിക്കുന്ന ഒരു കാര്യമല്ലേ നടന്നേ ഇവിടെ മോൺകോയിൽ. ഈ ഒരു എക്സ്പീരിയൻസ് അവസാനത്തേതാണോന്നും പറയാൻ പറ്റില്ല. അപ്പം സന്തോഷിച്ചു നല്ലപോലെ. എന്നിട്ട് പുള്ളി ദേഷ്യത്തോടെ അങ്ങനെ വീണ്ടും പറയുന്നു, ഞാൻ സമ്മതിക്കുന്നു സദേൺ സെറ്റ് ഇന്ന് തോറ്റു എന്ന്. പക്ഷേ ഇത് മറക്കല്ലേ, മൗൺഹോ സെറ്റ് സദേൺ സെറ്റിനെതിരെ വിജയിച്ചിട്ടില്ല. 3rd ക്ലാസ് ഡിസിപ്പിൾസ് മാത്രമാണ് വിജയിച്ചത്. 2nd ക്ലാസ്സുകാർ ജയിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഈ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി ദൂരം പോവില്ല. ഇത് കേട്ടിട്ട് ഒന്ന് ഞെട്ടിയിട്ട് എൽഡർ നോക്കുമ്പോൾ നമ്മുടെ MC സാഹ്യം. പിന്നെ എന്തായാലും സാഹ്യം, നീ എൻ്റെ സാഹ്യം ആണെങ്കിൽ നീ എൻ്റെ വില കുറച്ചെങ്കിലും സംരക്ഷിക്കണ്ടേ? നിനക്ക് എങ്ങനെ റൂഡായിട്ട് പെരുമാറാൻ സാധിക്കുന്നു? ഞാനോ? നീ എന്തായി പറയുന്നേ? ഡിഗ്നിറ്റിയോ? ഞാൻ സാഹ്യവുമാണ്. MC ആണെങ്കിൽ ജോവലിൻ്റെ കാലിട്ട് വലിച്ച് ചവിട്ടിയിട്ട് ജോവലാണെങ്കിൽ ആ വേദന അവിടെ വീഴുന്നു. നീ അതുകൊണ്ട് നിന്നെ ഡിഗ്നിറ്റി മറന്ന് ഇങ്ങനെ പെരുമാറാമോ? നീ വളരെ റൂഡാണ്. കുറച്ചെങ്കിലും പൊളൈറ്റ് ആകുക. എന്നിട്ട് നമ്മുടെ എൽഡറിനെ നോക്കി പറയുന്നു. എൽഡറിന് കാര്യം മനസ്സിലായി, അത് എൽഡറിനെ ഉദ്ദേശിച്ചാണെന്ന്. പുള്ളിക്ക് നല്ല ദേഷ്യം വന്നു. സെല്ലീഡർ, കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാം ഗ്രീറ്റ് ചെയ്യുന്നതല്ലേ മര്യാദ, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അതെ, നല്ലത്. അപ്പോൾ സെറ്റ്ലീഡറിനാണെങ്കിലും പറഞ്ഞതെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. പുള്ളി എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, ഇങ്ങനെ അവരോട് ഇങ്ങനെ പൊളൈറ്റ് ആകല്ലേടാ. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ എൽഡറിനാണ് നല്ല ദേഷ്യം വന്നു. പുള്ളി എന്നിട്ട് പറയുകയാണ് മനസ്സിൽ, ഇതിനെല്ലാം കാരണം ഇവനാണ്. ചിലപ്പോൾ മൗൺഹ സെറ്റ് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ വന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇവൻ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവനിപ്പോൾ എന്നും പറഞ്ഞ് നമ്മുടെ എൽഡറാണ് QA യൂസ് ചെയ്യുന്നത്. പെട്ടെന്നാണ് MC, എന്താ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണോ? എൽഡർ ഇതൊന്ന് കേട്ട് ഞെട്ടിയിട്ട്, ഈ ചെറിയ ചെക്ക് നമ്മളെന്തായാലും ഫ്യൂച്ചറിൽ ഒരുപാട് കാണും. അപ്പം അടുത്ത പ്രാവശ്യം. എൽഡറിനാണ് ഇത് കേട്ട് നല്ലപോലെ ദേഷ്യം വരുന്നത്. പുള്ളി ദേഷ്യത്തോടെ എല്ലായിടത്തും പറയുകയാണ്, വാ തിരിച്ചു പോകാമെന്ന് എന്നും പറഞ്ഞ് എൽഡറാണ് അവിടെ നിന്ന് പോകുന്നു. എന്തിനാണ് ഇങ്ങനെയെല്ലാം പെരുമാറിയത് പുള്ളി? സ്വന്തം ഡിസിപ്പിൾസിനെ പോലും നോക്കാതെ പുള്ളി പെട്ടെന്ന് മൗഹ വിട്ടു പോകുന്നു. എന്ത് വിഡ്ഢി. എന്നിട്ട് സെറ്റ് ലീഡർ ആണെങ്കിൽ നമ്മുടെ MC എടുത്ത്, ചൂമിയും നീ ഇന്ന് ചെയ്തത് അതൊരു നല്ല കാര്യമാണ്. MC ആണെങ്കിൽ നമ്മുടെ സെറ്റ് ലീഡറിനെ നോക്കിയപ്പോൾ തൻ്റെ പാസ്റ്റിലെ സീനിയറിനെ ഓർമ്മ വന്നു. എന്നിട്ട് MC അതൊന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് ആ പാസ്റ്റിൽ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഈ സെറ്റ് ലീഡറിനോടും പറയുന്നു. അത് സാരമില്ല സെറ്റ് ലീഡർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂങ്സാനാണ് അവിടെ ബഹളം ശ്രദ്ധിക്കുന്നത്. അവിടെ നോക്കിയപ്പോഴാണ് നമ്മുടെ മെർച്ചൻസ് എല്ലാം MC ആയിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. യോങ്സാങ് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. നമ്മുടെ സെറ്റിലുകാരും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അവിടേക്ക് നമ്മുടെ ഫിനാൻസ് ലീഡർ, നിങ്ങൾക്കെന്ത് ലീഗിൽ സംസാരിക്കണമെന്നോ? അങ്ങനെയാണ് അത് എൻ്റെ അടുത്ത് സംസാരിക്കണം, ഈ ഫിനാൻസ് ലീഡറിൻ്റെ അടുത്ത്. എല്ലാവരും എൻ്റെ പുറകെ ഫോളോ ചെയ്യൂ. നമുക്ക് ഒരുപാട് ടൈമുണ്ട്, നമുക്കിത് പതിയെ സംസാരിക്കാം. എന്നിട്ട് അവരവിടെ നിന്ന് പോകുന്നു. സെറ്റ് ലീഡർ ആണെങ്കിൽ എനിക്കും പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെ പെട്ടെന്ന് ഒരാളാണെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കണം. നമ്മുടെ MC ആണെങ്കിൽ ആരാന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ആണെങ്കിൽ നമ്മുടെ സോംബാഗിലി. നീ എന്താ ഇവിടെ? നീ ഇതുവരെ പോയില്ലേ? നീ എന്താണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്? നീ ഇങ്ങനെയൊന്നും പെരുമാറില്ല. ബാക്കിയുള്ളവരാണെങ്കിൽ ഇത് കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമല്ല. സാധാരണ എല്ലാവർക്കും അവരുടെ എനിമീസിനെ നല്ലപോലെ ഹെയ്റ്റ് ചെയ്യും. പക്ഷേ സോംബാഗിലിയാണ് ഇതൊന്നും നോക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാനിവിടെ പറയാൻ വന്നത്, നീ എന്നെ ഗൈഡ് ചെയ്തതിന് നന്ദി പറയാനാണ് നീ ഇവിടെ വന്നത്. നീ എൻ്റെ അടുത്ത് പറഞ്ഞു സ്വന്തം പാത്ത് ചൂസ് ചെയ്യണമെന്ന്. നീ എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. എന്നിട്ട് MC ഇത് കേട്ടിട്ട്, നീ ഇതെല്ലാം പഠിച്ചത് വേറൊരു സെറ്റിലെ ആളുടെ അടുത്തു നിന്നാണോ? അതിനെന്താണ് കുഴപ്പം? നീ ഏത് സെറ്റാണെങ്കിലും കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും ടീച്ചറാകാം. ഒരാൾക്ക് മറ്റൊരാളുടെ അടുത്തു നിന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിലും അവനത് കേൾക്കാൻ കുഴപ്പമില്ലെങ്കിലും ഇവൻ എന്നേക്കാളും കൂടുതൽ നല്ല ടോയിസ്റ്റാണല്ലോ. നമ്മുടെ എൽഡസ്റ്റിനെ നോക്കിയിട്ട്, ഇന്നത്തെ മാച്ച് കൊണ്ട് സാഹിം ഒരുപാട് സഫർ ചെയ്ത് കാണും. കെയർഫുൾ ആയിട്ടിരുന്നു. സാഹിം അത്ര നിസ്സാരക്കാരനല്ല. അദ്ദേഹം കൂടുതൽ പവർഫുൾ ആകും, സൂക്ഷിച്ചോ. പക്ഷേ ഇതൊക്കെ നിൻ്റെ അടുത്ത് പറയുന്നത് വെറുതെയാണ് അല്ലേ യങ് ഡിസിബിൾ? നീ നടക്കാൻ പോകുന്ന ആ പാത അത്ര നിസ്സാരമല്ല. എന്ത്? എന്നിട്ട് നീ പോകാൻ തയ്യാറാണോ? ഇത് കേട്ട് സോംബാഗിലിക്ക് കാര്യം മനസ്സിലായി. പുള്ളി പറഞ്ഞു, എനിക്ക് നിൻ്റെ അടുത്ത് നിന്നൊന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. ഞാൻ ഈ പാത്ത് ചൂസ് ചെയ്തത് എനിക്ക് വേണമായിട്ടല്ല. ഞാൻ ഈ പാത്ത് ചൂസ് ചെയ്യാൻ കാരണം എനിക്കത് ഫോളോ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ശരിയെന്ന് കണ്ടിട്ട് ആ സോംബാഗിലി അവിടെ നിന്ന് പോകുന്നു. ചിലപ്പോൾ ഇത് ഒറ്റയാൾ പോരാട്ടമായിരിക്കും. ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ സദേൺ സെറ്റിൻ ടെക്നിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അവരെക്കാളും വ്യത്യസ്തമായ ആൾക്കാരെ മറ്റുള്ളവർ റിജക്റ്റ് ചെയ്യും. ഇത് തികച്ചും ഒറ്റയ്ക്കും പാടുമായിട്ടുള്ള
യുദ്ധമായിരിക്കും. പക്ഷേ ഇവനത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ ചിലപ്പോൾ സതേനിറ്റ്സിറ്റിൻ്റെ ഹോപ്പായേക്കാം. അവിടെ നമ്മൾ യോഞ്ചാമത് ചൂമിയും ടെഡ് നിങ്ങളെ വിളിക്കുന്നു. അദ്ദേഹത്തിന് നിന്നെ മാത്രം കാണണമെന്ന്. അപ്പോൾ നമ്മളെ MC മനസ്സിൽ പറയുന്നു, അപ്പം സമയമായിരിക്കുന്നു.